കമ്മീഷൻ എന്റെ അമ്മയുടെ ചങ്ക് എന്റെ എണ്ണാക്കി ഇളക്കാണ്ടല്ലോ അവന്റെ പരിപ്പി എടുക്കും ആരായാലും ശരി. ചിരിക്കാതെ എന്റെ മോഹൻജി. അറിയാലോ, ഇതുപോലുള്ള ഘട്ടങ്ങളിലൊക്കെ മോഹൻ ചിരിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ കാര്യങ്ങളൊക്കെ ഇത്തിരി കുഴപ്പത്തിലാണെന്ന് ഡൽഹിയിൽ നിന്ന് ഞാൻ അറിഞ്ഞതാ, കോൺഫിഡൻഷ്യലായിട്ട്. അവിടെയുമുണ്ട് നമുക്കെതിരായ ചില മൂവുകൾ. അതെങ്ങനെയാ? രാജ്യം മുഴുവൻ നമ്മുടെ ശത്രുക്കളല്ലേ. എന്റെ ശത്രുക്കള്, ഇദ്ദേഹത്തിന്റെ ശത്രുക്കള്, പിന്നെ മോഹൻജിയുടെയും. എന്നിട്ട് എല്ലാം കൂടെ ഒടുക്കം വന്ന് കേറുന്നതോ എന്റെ പുറത്തോട്ടും. ദേ, നിങ്ങൾ എന്താളും എന്നെ പറഞ്ഞ് ഇളക്കിയത്. ആ അയ്യരെ വെച്ച് താഴോട്ട് ഇട്ടിട്ട് കണ്ടവന്റെ കുതികളോട് വെട്ടും കൊടുത്തിട്ട് DGP-യുടെ കസരക്കറി മലന്ന് അങ്ങോട്ട് ഇരുന്നോളാൻ. എല്ലാവരുടെയും കൂടെ നന്മയെ കരുതിയിട്ടല്ലേ ഞാനങ്ങനെ. അധികം ഒന്നും വിസ്തരിക്കണോ. നിർത്ത്. സ്റ്റേറ്റ് പോലീസിലെ കിരീടം വെക്കാത്ത രണ്ട് രാജാക്കന്മാര് കല്ല് മനസ്സിൽ കളഞ്ഞു പോയ കുഞ്ഞുങ്ങളെ പോലെടുത്ത് മോങ്ങന കണ്ടില്ലേ? മതി മതി. മഹേന്ദ്രൻ കമ്മീഷൻ അടുത്ത ആഴ്ച റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലേ? അതെ. ശരി, നമ്മൾ അയാളെ ഇന്ന് തന്നെ പോയി കാണുന്നു. ആരെ? കമ്മീഷനെ? അതെ. എന്നിട്ട് ഹിസ് ഓണറബിൾ ജസ്റ്റിസ് മഹേന്ദ്രന്റെ വിലയേറിയ തീരുമാനത്തിന് വിടുന്നു, വിട്ടുകൊടുക്കുന്നു. പണത്തിന് പണം, അതും കോടികൾ. പിന്നെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ബിനാമി ബന്ധങ്ങൾ, അല്ലേ? ആട്ടെ, ഇനി വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ? സാർ എന്ത് ചോദിച്ചാലും ഞങ്ങൾ കഴിയില്ല മിസ്റ്റർ രാജൻ ഫെലിക്സ്. നിങ്ങൾക്കെന്നല്ല, ഈ ഇരിക്കുന്ന നിങ്ങളുടെ ദൈവം മോഹൻ തോമസിന് പോലും കഴിയില്ല ഞാൻ ചോദിക്കുന്നത് എടുത്തു തരാൻ. നിങ്ങൾ മൂലമുണ്ടായ കലാപത്തിൽ കുരുതി കൊടുക്കപ്പെട്ട നിരപരാധികളായ മനുഷ്യാത്മാക്കളുടെ ജീവൻ, ഒരായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടേണ്ടി വന്ന ആയിരക്കണക്കിന് പാവങ്ങളുടെ കൂടും കുടുംബവും സ്വസ്ഥതയും, എന്താ അതെല്ലാം ഈ നാടിന് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വന്ന് കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ഒറ്റ കുറ്റത്തിന്റെ പേരിൽ നിങ്ങൾ രണ്ടാളുടെയും തൊപ്പി എനിക്ക് തെറിപ്പിക്കാം, ഇയാളെ പിടിച്ച് തുറുങ്കിലടയ്ക്കാം. പക്ഷെ അതുകൊണ്ടാവുന്നില്ല. അതിനേക്കാളൊക്കെ വലിയ ശിക്ഷയാണ് നിങ്ങൾ അർഹിക്കുന്നത്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ ദല്ലാൾ, കോടികൾ കൊയ്യുന്ന കച്ചവടങ്ങളിൽ മോഹൻ തോമസിന്റെ പങ്കാളി, പോലീസിന്റെ അന്തസ്സിന് കാലയിലിടുന്ന തോൽ ചെരുപ്പിന്റെ വില പോലും കൽപ്പിക്കാത്ത പ്രമാണി. ഒന്നോർത്തോളൂ മിസ്റ്റർ രാജൻ ഫെലിക്സ്, എന്റെ റിപ്പോർട്ടിൽ സംസ്ഥാന ഇന്റലിജൻസ് IG-യുടെ ഈ മഹത്വങ്ങൾ ഞാൻ അക്കമിട്ട് നിരത്തും. വെറുതെ അല്ല, വിത്ത് സോളിഡ് പ്രൂഫ്. മനോഹരമായിരിക്കുന്നു സാർ, ഗംഭീരം, അതിഗംഭീരം അങ്ങയുടെ ഈ പ്രഭാഷണം. ഐ ആം ഡീപ്ലി ഇംപ്രസ്ഡ്. അങ്ങയുടെ ഈ നീതിബോധം, പൗരബോധം, സാമൂഹ്യബോധം, പിന്നെ അതിരുകൾ കവിഞ്ഞൊഴുകുന്ന രാജ്യസ്നേഹം, അങ്ങേ പോലുള്ളവർ ഒരു 100 ആയസെങ്കിലും ജീവിച്ചിരിക്കണം സാർ. The country needs you, sir, so badly. So badly. You may please go now. പിന്നെ അങ്ങയുടെ കടുത്ത തീരുമാനത്തിന് എന്തെങ്കിലും അയവ് വരുത്തണമെന്ന് ഇനി അങ്ങയ്ക്കൊരു വീണ്ടും വിചാരം ഉണ്ടായി പോയാൽ, ഹിയർ ഈസ് മൈ കാർഡ്. അങ്ങയ്ക്ക് എന്നെ വിളിക്കാം ഇന്ന് തന്നെ. വന്നേ ഗോപി സാർ, അറിയാനെ കാണാൻ ഞാനോ ഞങ്ങളാരും ഇവിടെ വന്നിട്ടില്ല. അയ്യോ, ഇപ്പൊ വന്നത്? ഇവിടെ വന്നിട്ടില്ലെന്ന്. ശരി, വന്നിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. വന്നിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഗോപി, സാർ, ആരോട് അനുവാദം ചോദിച്ചിട്ടാണോ താൻ അവരെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? സാർ, അത് പിന്നെ IG അദ്ദേഹം ആയതുകൊണ്ട് ഞാൻ. IG അല്ല, സാക്ഷാൽ DGP ആയാലും ശരി, എന്നോട് ചോദിക്കാതെ ഈ വീട്ടിന്റെ പടി ചവിട്ടാൻ പാടില്ല ഒരുത്തനും. മനസ്സിലായോ എനിക്ക്? താൻ കുടിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, എന്റെ കുഞ്ഞാണില്ല സാർ. വേണ്ട, സംസാരിക്കണ്ട, ഇനി കുടിക്കരുത്. എന്നിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് ഉറക്കവും, അല്ലേ?
ഞാനൊരു കടലാസ് എഴുതി കൊടുത്താൽ താൻ പിന്നെ സർവീസിലുണ്ടാവില്ല. അത് ഓർമ്മ വേണം. സാർ പിന്നെ കൊറേ നാളായി പൂവൻ തറ കമ്മീഷൻ. ഇയാളൊരു കടലാസ് എഴുതി കൊടുത്ത എല്ലാരും കൂടി എന്നെ പിടിച്ച് അങ്ങ് ഒലത്തും. അല്ല പിന്നെ കുടിക്കരുത്, ഉറങ്ങരുത്, തൂറരുത്. ഇയാൾ ആരുവാ? പോവാൻ തന്നെ. എന്താ ഇത്? ലൈറ്റ് പോയല്ലോ. ഗോപി, ഗോപി, ആരാ അത്? ആരാ നിങ്ങൾ? ഗോപി, ഗോപി, ഗോപി. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്തത്ര നീചവും പൈശാചികവുമായ സംഭവമാണ് ജസ്റ്റിസ് മഹേന്ദ്രന്റെ വധമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ തിരക്കിട്ട ഔദ്യോഗിക ചർച്ചകൾക്കിടയിൽ തന്നെ വന്ന് കണ്ട ഒരു സംഘം പത്രലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിനുള്ള ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. 1992 ഡിസംബറിൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവൻതുറയിൽ നടന്ന വർഗീയ കലാപത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ നിയമിക്കപ്പെട്ട ജസ്റ്റിസ് മഹേന്ദ്രൻ കമ്മീഷൻ അടുത്തയാഴ്ച തന്റെ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടിയിരുന്നതാണ്. സംഭവസ്ഥലം സന്ദർശിച്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ KM വർഗീസ് ജസ്റ്റിസ് മഹേന്ദ്രന്റെ ജീവന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നതായി സൂചനയൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് വ്യക്തമാക്കി. അന്വേഷണ ചുമതല സംസ്ഥാന പോലീസിലെ തന്നെ സമർത്ഥരായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുവാനാണ് ഉദ്ദേശമെന്നും അദ്ദേഹം അറിയിച്ചു.
വേണോ നിനക്കൊരെണ്ണം? ഓൺ ദ റോക്സ്. താങ്ക്സ്. ഫസ്റ്റ് പെഗ് ഓഫ് ദ ഡേ. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതായതിന്റെ പുറകെ ഹോട്ടലിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാഞ്ഞപ്പോ എവിടെ ഉണ്ടെങ്കിലും ട്രേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ വെളുപ്പിന് കോഴിക്കോട്ടേക്ക് അർജന്റ് മെസ്സേജ് കൊടുത്ത്. എവിടായിരുന്നു നീ? പുൽപ്പള്ളിയിൽ. യെസ് യെസ് സർ, ഹീസ് വില്ലിംഗ് സർ. DGP അന്വേഷണം ഏറ്റെടുക്കാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണോന്ന്? നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ചോദിച്ചതാവും. കഴുതയുടെ പുറത്ത് വിഴുപ്പ് കെട്ടെടുത്ത് വെക്കും മുമ്പ് അതിനോട് ആരെങ്കിലും സമ്മതം ചോദിക്കാറുണ്ടോ സാർ? ഓക്കെ, സ്കിപ്പ് ഇറ്റ്. സംഭവം അറിഞ്ഞോണ്ട് സെൻട്രൽ നിന്ന് ഒരു സ്ട്രോങ് പ്രഷർ വന്നു. അന്വേഷണം CBIക്ക് കൊടുക്കണമെന്ന്. ഞാൻ റെസിസ്റ്റ് ചെയ്തു. CBIക്ക് എന്താ കൊമ്പുണ്ടോ? ഒരു സെൻസേഷണൽ കേസ് ഉണ്ടായ ഉടനെ അത് അന്വേഷിക്കാൻ പുറത്തുനിന്ന് ആള് വരണം. എങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ ഇങ്ങനെ ഒരു ഫോഴ്സ്? സ്റ്റേറ്റ് പോലീസിന്റെ മുറയിൽ ഡ്രെയിൻ ചെയ്യരുതെന്ന് ഞാൻ അങ്ങോട്ട് ആർഗ്യൂ ചെയ്തു. ഒടുവിൽ ഡൽഹിയിൽ തന്നെ CM വഴി നമ്മൾ ആ മൂവ് മുളയിൽ അങ്ങ് നുള്ളി. അവരവിടുന്ന് സ്റ്റേറ്റ് കേഡറിലെ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ ഒരു പൂള് ചോദിച്ചു. അതിൽ നിന്ന് സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടറാ നിന്റെ പേര് തിരഞ്ഞെടുത്ത്. ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും വിജയം. ആ റെക്കാർഡാ നിനക്ക് മെറിറ്റ് ആയത്. വെളുപ്പിന് CM തന്നെ നിന്റെ പേര് കൺഫേം ചെയ്ത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഫാക്സ് തന്നു. പിന്നെ ഇവിടുത്തെ കേവൽ മിശ്രയോട് ചാർജ് വിടാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ നിനക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ ചാർജ് കൂടെ ഉണ്ടാവും. CMനോട് ഞാൻ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചൊരു ഉറപ്പാ അത്. എനിക്കറിയാം നീ ഇവിടെ അന്വേഷണം കൊണ്ട് നടക്കുമ്പോ കമ്മീഷണറുടെ കസേരയില് ആ ഗോസായി ഇരുന്ന ഞാനൊരു വിസിലും കൊണ്ട് നിന്റെ ചുറ്റും നടക്കേണ്ടി വരും, ബോക്സിംഗ് റിംഗിലെ റെഫറിയെ പോലെ. അത് വേണ്ട. സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും നിന്റെ ചൊൽപ്പടിയിൽ ഉണ്ടാവണം, എങ്കിലേ ശരിയാവൂ. ഇതിലുണ്ട് മെഡിക്കൽ റിപ്പോർട്ട്സും സ്റ്റേറ്റ്മെന്റ്സും.